ഹലോ സാറേ, അറിയോ എന്നെ? ആ, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വരാറുണ്ട്. ഓ, അങ്ങനെയായിരിക്കും അപ്പം കണ്ടത്. ഏയ്, കണ്ടത് അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല. അത്യാവശ്യം നിന്നെ പോലുള്ളവരുടെ ദേഹത്ത് കൈവയ്ക്കാറും നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാറും ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പേര് മാർക്കോ. അയ്യോ, എന്താ വന്നത്? അത് പറയാം. ആ, വന്നേ. അത് അത് എഴുന്നേൽക്ക്. അയ്യോ, കരയില്ലേ കരയില്ലേ. തല്ലല്ലേ സാർ, കൊല്ലല്ലേ സാർ, വേണ്ട സാർ, കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ സാറേ. നിന്നെ കൊല്ലുകയല്ലടാ. ഈ ടെക്സ്റ്റൈൽസിലെ സകല ജീവനക്കാരുടെയും പ്രത്യേകിച്ച് പെൺപിള്ളേരുടെ മുന്നിലിട്ട് തല്ലി ചതക്കുകയും അവരെ കൊണ്ട് കരണത്തടിപ്പിക്കുക ചെയ്യേണ്ടത്. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സാർ. ചെയ്തിട്ടില്ലേ? എടാ, ജീവിക്കാൻ മാർഗമില്ലാത്തോണ്ടാ പല പെൺകുട്ടികൾ ഇവിടെ ജോലിക്ക് വരുന്നത്. അവർക്ക് മാസാമാസം കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്ന മുതലാളിമാരെ നാറ്റിക്കുന്നതിനൊപ്പം നീ പറയുന്നത് അവർ കേൾക്കണം. ആടാ. അയ്യോ സാർ, അങ്ങനൊന്നും ഇല്ല. ഇല്ലേ? പിന്നെന്തിനാടാ നീ മഞ്ജുവിനെ പറഞ്ഞു വിട്ടത്? നീ മഞ്ജുവിനോട് എന്താടാ ചെയ്തത്? അത് പിന്നെ പറയണം. ആ മേഘം പറഞ്ഞിട്ടില്ലടാ നീ അവളെ പറഞ്ഞു വിട്ടത്? അതെ. അതെ. എന്നാലേ അങ്ങനെ പറഞ്ഞു വിട്ട അതേ നാവ് കൊണ്ട് നീ അവളെ തിരിച്ചു വിളിക്കണം. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ ജോലി ചെയ്യാനും പറ്റണം. ഓ, ഞാൻ പറഞ്ഞാലേ ഈ നാട്ടിലെ പല മുതലാളിമാരും അവൾക്കൊരു ജോലി കൊടുക്കും. പക്ഷേ ഇപ്പോ നീ അവൾക്കുണ്ടാക്കിയ അപമാനം നീ തന്നെ തീർക്കണം. ഓ, ഞാൻ തീർക്കാം. അല്ലെങ്കിൽ പലരും ചോദിക്കും, ജോലിക്ക് കയറിയതിന്റെ പിറ്റേ ദിവസം തന്നെ എന്താ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയേന്ന്. അപ്പൊ നീ പറഞ്ഞു നടക്കും മഞ്ജുവിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണെന്ന്. അത് പാടില്ല. നിന്റെ നാവ് കൊണ്ട് നീ മഞ്ജുവിനെ കുറിച്ച് നല്ലതേ പറയാവൂ. അവളോട് നല്ല കാര്യങ്ങളെ സംസാരിക്കാവൂ. ഓ, ഞാൻ ഏറ്റു. ഒരു സ്റ്റാഫിനോട് ഒരു മാനേജർ എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ രീതിയിൽ വേണം ഇനി നീ മഞ്ജുവിനോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യാൻ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇതാരും അറിയരുത്. ഞാൻ മഞ്ജുവിനെ തിരികെ വിളിച്ചോളാം. അറിയണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം. ആദ്യം നീ പറഞ്ഞത് ചെയ്. എന്റെ പെങ്ങളാണ് മഞ്ജു. എന്തെങ്കിലും തരത്തിൽ നീ കാരണം അവളുടെ കണ്ണ് നനഞ്ഞ അതിന്റെ ഇരട്ടി നിനക്ക് കരയേണ്ടി വരും. നിന്റെ നട്ടല് ഞാൻ തല്ലി ഓടിക്കും. മഞ്ജു അണ്ണന്റെ പെങ്ങളാണെന്ന് ഒന്ന് പറഞ്ഞുവിടായിരുന്നോ? എന്റെ സ്വന്തം പെങ്ങളൊന്നുമല്ല, പെങ്ങളെ പോലെയാ. ഞാൻ സ്നേഹിക്കുന്നവരെ നോവിച്ച നിന്നെ പോലെയുള്ള നീർക്കോലികളൊക്കെ അതിന്റെ ഇരട്ടി ഞാൻ നോവിക്കും. എന്റെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ട്. വേണമെങ്കിൽ നീ CCTV നോക്കിയോ? വേണ്ട. അവനെ ഞാനിങ്ങോട്ട് വിളിക്കാതിരുന്നതാ. അവൻ വന്നു കഴിഞ്ഞാലേ പിന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരുത്തനാ നിന്റെ കാലെ പിടിച്ച് നിലത്തോത്തും. വേണ്ട വേണ്ട, അണ്ണൻ പറയുന്ന എല്ലാം ഞാൻ ചെയ്തോളാം. ഇനി എന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റും ഉണ്ടാവൂല. ഇനി ഒരിക്കൽ കൂടി നീ എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തരുത്. ഇല്ലണ്ണ. വന്നു കഴിഞ്ഞാ പിന്നെ നീ ഇവിടെയെന്നല്ല ഈ നാട്ടിൽ ഒരിടത്തും ജോലി ചെയ്യില്ലെന്ന് മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കത്തൂല്ല. ഓർത്തോ നീ. അല്ല, ജോലി കളയിച്ചവൻ ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാ അവളെ തിരിച്ചെടുത്തതെന്ന്. ആ സമയത്ത് നീ എന്റെ പേര് പറഞ്ഞാൽ മതി. പിന്നെ അവൻ കമാന്നൊരക്ഷരം വേണ്ടില്ല. കേട്ടല്ലോ? കേട്ടു. ആ, ഓക്കെ.